ഗുഡ് മോർണിംഗ് ഓൾ. അവന്മാരെ ക്ലാസ്സിൽ വന്നെന്ന് കരുതി നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? നമ്മളെ പേടിക്കാൻ മാത്രം ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ശരിക്കും ചുരുക്കി പറഞ്ഞ അവര് വേണം നമ്മളെ കണ്ട് പേടിക്കാനേ, അല്ലാതെ നമ്മൾ അവരെ കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നീ കൂളായിട്ടിരിക്കേ. ഞാൻ എപ്പോഴും പറയാ, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ അവന്മാരായിട്ടാ ഇങ്ങോട്ടേക്ക് മമ്പത്തിൽ കളിക്കേ. അതെങ്ങാനും ഇവിടുത്തെ പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്താ അവന്മാരെ അവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പൊ അവന്മാരല്ലേ നമ്മളെ കണ്ട് പേടിക്കേണ്ടത്. ഇപ്പൊ പറയാ, നമ്മളായിട്ട് അങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല, ഇനി പോവുകയില്ല. പക്ഷേ അവന്മാരായിട്ട് ഇങ്ങോട്ട് വന്നാ ഞാൻ വെറുതെ വിടുന്ന മാത്രം വിചാരിക്കണ്ട. രാവിലെ തികച്ചും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ആ കുറവൊന്ന് നികത്തി കൊടുക്കും ഞാനേ. എന്തേ ഞങ്ങൾ വന്നത് ആരും കണ്ടില്ലേ? എന്തേ എല്ലാവർക്കും പേടിയൊക്കെ വിട്ടുപോയോ? വന്നു കഴിഞ്ഞാ ഒരു ഗുഡ് മോർണിംഗ് പറയണമെന്ന് അറിഞ്ഞൂടെ? ഇവന്മാരൊക്കെ ഇവരെന്തിനാ ഇത്ര പേടിക്കുന്നേ? സീനിയറാന്ന് കരുതി കൊമ്പൊന്നുമില്ലല്ലോ, അഹങ്കാരം പിടിച്ചവനെ. എന്താടി എല്ലാരും ഗുഡ് മോർണിംഗ് പറയുമ്പം നിന്റെ വായിൽ മാത്രം എന്താ പല പഴവും ചീരി വെച്ചിരിക്കാണോ? എന്തേ വാ തുറന്ന് പറഞ്ഞൂടെ? പറയാനേ സൗകര്യമില്ല. അല്ല നിന്നോട് ഞാൻ എന്തിനാ ഗുഡ് മോർണിംഗ് പറയുന്നേ? നീ ആരാ, ഇവിടുത്തെ പ്രൊഫസറോ? അവന്മാരാരാണെങ്കിലും എനിക്കെന്താ? ശിവ നീ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കേ. ഇവന്മാരെ പറ്റി അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇവന്മാരെ
ഇവിടെ എന്താ നടക്കുന്നേ? അവന്മാരെ സീനിയേഴ്സ് എന്ന് കരുതി എന്തും ചെയ്യാനാണോ? ശിവ, അതാ ഞാൻ പറയാൻ വന്നേ. നീ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല ഇവന്മാരെ പറ്റി നിനക്ക് തികച്ച് അറിഞ്ഞൂടാ. ഹേയ്, വേണ്ട വേണ്ട, മിസ് ക്ലാസ് എടുത്തോ? അല്ല, നിങ്ങളുള്ളപ്പോ എങ്ങനെ? അത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഈവനിങ് ക്ലാസ് വെച്ചിട്ട് എടുത്തോളാം. നിങ്ങൾ പോവാൻ നേരത്തെന്ന് പറയുവാണെങ്കിൽ. മിസ് ക്ലാസ് എടുത്തോ? അല്ല, അറ്റൻഡൻസ് എടുത്തായിരുന്നോ? ഇല്ല, ഇപ്പോ എടുക്കാൻ പോകുന്നേള്ളൂ. ഓ, ഓക്കെ ഓക്കെ. അല്ല, മിസ്സിന്റെ ക്ലാസ്സിന്ന് ഒരാൾ ആബ്സെന്റ് ആയ മിസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, അതിന് ആരാ ആബ്സെന്റ് ആയേ? മിസ്സേ, അവൻ ഉദ്ദേശിച്ചതേ ഇതിനായിട്ടായിട്ടില്ല, ആയാ കുഴപ്പമില്ലല്ലോന്നാ. ഇല്ല, അത് ഇത് കേട്ടാ മതി. എന്നാലേ ഇന്നത്തെ അറ്റൻഡൻസ് ബുക്കിലെ ശിവാനി സിക്ക് ആബ്സെന്റ് ഇട്ടേ കേട്ടോ. മിസ്സേ, അർജുൻ, ആബ്സെന്റ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചാ മിസ്സിന് കേക്കോ? അതന്നെ. ഇല്ല ഇല്ല, അതിനാരും എന്നെ വിളിച്ചില്ലല്ലോ. മിസ് വേറെ ലെവലാട്ടോ. അല്ല മിസ്സേ, ആബ്സെന്റ് ആയിട്ടുള്ള ഒരാള് ക്ലാസ്സിൽ ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെ? ആബ്സെന്റ് ആയിട്ടുള്ള ആളൊന്നും ക്ലാസ്സിൽ ഇരുത്തത്തില്ല. അപ്പോ ഓക്കെ മിസ്. എടാ വാ. മിസ്സേ, ചൂരലും ബുക്കും ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. 5 minutes later. അതെന്ത് ചോദ്യാടാ? നിക്കുന്ന നിപ്പ് കണ്ടാലേ അറിഞ്ഞൂടെ? ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് ഇങ്ങനെ പുറത്താക്കാന്ന് പറഞ്ഞ അതിന് വേണൊരു ഭാഗ്യം അല്ലേ സാം? പിന്നെ അല്ലാണ്ട്. പക്ഷേ ഇത് ഭാഗ്യം അല്പം കൂടിയതിന്റെ പ്രശ്നാ. ഇനി എന്തൊക്കെ ഭാഗ്യം വരാൻ കാത്തിരിക്കുന്നേ? എടാ മച്ചാ, നോക്കിയേ, ഇത്രയൊക്കെ നടന്നിട്ടും അവളെ മുഖത്തെ അഹങ്കാരത്തിനൊരു കുറവില്ല. അപ്പോ അതിനർത്ഥം കിട്ടിയതൊന്നും പോരെന്നല്ലേ? എന്തേ? ആണോ? എന്തേ വാടിച്ചിരിക്കുന്നേ? ഓ, പേടിച്ചു പോയോ? പേടി എനിക്ക്, അതും നിന്നെ കണ്ട്. ഒന്ന് പോയേ, രാവിലെ തന്നെ ഒരു തമാശയായിട്ട് വന്നോളും. എന്താടാ? ദേ പെണ്ണെ, വേണ്ട, നിർത്തിക്കോ. ഞങ്ങൾ ആരാന്ന് നിനക്ക് തികച്ചറിയത്തില്ല. രാവിലെ മുതല് നീ തുടങ്ങിയതാ. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ അങ്ങ് തലേ കയറാണോ? ഞങ്ങൾ വിചാരിച്ചാണ്ടല്ലോ ഈ നിമിഷം ഈ കോളേജിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ പറ്റും, അറിയോ? നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുമെന്ന് എനിക്കറിയാന്നേ. പെണ്ണേ, ഒന്ന് നിർത്തടാ. നീ ആരാ? അവന്റെ സ്പീക്കറോ? അവൻ നിർത്തിയപ്പോഴത്തേക്കും ഇവനങ്ങ് ചാടി വരുന്നേ. അല്ല, നിങ്ങളത്തെ വിചാരം എന്താ? നിങ്ങളെ കണ്ട് ബാക്കിയുള്ളവരെ പേടിക്കുന്ന പോലെ ഞാനും പേടിക്കുന്നോ? എന്നാലേ നിങ്ങൾക്ക് തെറ്റി. അതിനെ ഈ ശിവാനിനെ കിട്ടത്തില്ല പറഞ്ഞേക്കാം. പിന്നെന്താ പറഞ്ഞേ? നിങ്ങൾ വിചാരിച്ച ഈ കോളേജിൽ നിന്ന് ഇപ്പൊ ഈ നിമിഷം എന്നെ പിടിച്ച് പുറത്താക്കാൻ പറ്റുന്നല്ലേ? എന്നാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെയ്യേ. ഓക്കേ സാം, നോക്ക്, പുതിയതായിട്ട് വന്ന കയറിയതേ ഉള്ളൂ. വന്ന ദിവസം തന്നെ ടിസിയും കീറി പുറത്താക്കിയ പാവം അച്ഛനും അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റുമോ? നിനക്ക് രാവിലെ കിട്ടിയതൊന്നും പോരടാ. ഡേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോ. നോക്ക്, നീ അറിയാതെ കളിച്ചത് ഈ തീനോടാ. വെറും തീയല്ല, കാട്ടുതീ. അപ്പോ അതില് തൊട്ടാ എങ്ങനെ ഇരിക്കുന്ന നിനക്കറിയണ്ടേ? എന്റെ ഏറിപ്പോയ ഈ കോളേജിൽ നിന്ന് എന്റെ ടി സി കീറി കയ്യിൽ തന്നെ പുറത്താക്കും. അത്രയ്ക്കല്ലേ നിന്നെ കൊണ്ട് പറ്റോ?
Yeah.